ഒടിയനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് പുസ്തകത്തിലൂടെയല്ല, എൻ്റെ കൂട്ടുകാരനായ രഘു പറഞ്ഞു തന്ന ഒരു കഥയിലൂടെയാണ്. ഒരു ദിവസം രാത്രി അവന്റെ മുത്തശ്ശൻ തൊടിയിലൂടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ചുറ്റും ഇരുട്ട്, ഒരു ശബ്ദമില്ല. പെട്ടെന്ന് വലതുവശത്ത് എന്തോ ഒരു കറുത്ത രൂപം. ഒരു നിമിഷം മുത്തശ്ശൻ നിശ്ചലനായി. അടുത്ത നിമിഷം അദ്ദേഹം ഓടിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് ഒടിയനാണ് എന്നുള്ളത്. എന്നാൽ പിന്നിൽ നിന്ന് എന്തോ ഒരു ഭീകര ശബ്ദം അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. 1, 2, 3. എന്താണ് ഈ ഒടിയൻ എണ്ണുന്നത്? ഒടിയൻ മുടി എണ്ണുത്ര. എന്ന് വെച്ചാൽ ഒടിയൻ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മുടിയാണ് അത്ര ആദ്യം എണ്ണുക. ഒടിയൻ മുടി എണ്ണി തീർക്കണതിനുള്ളിൽ നിങ്ങൾ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ ആ ഒടിയന്റെ കഥ പറയാൻ ആ മുത്തശ്ശൻ അവിടെ ഉണ്ടാവില്ലായിരുന്നു അത്ര. അദ്ദേഹം വീടെത്തി. അങ്ങനെയാണ് ഒടിയന്റെ കഥ എല്ലാവരും അറിയുന്നത് അത്ര. ഇതാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. ഒടിയൻ ഒരു പുസ്തകത്തിൽ നിന്നോ സിനിമയെന്നോ വന്നതല്ല. പാലക്കാട് പണ്ട് ഉണ്ടായിരുന്ന യഥാർത്ഥ ആൾക്കാരെ പറ്റിയിട്ടാണ്. പ്രോപ്പർ ആയിട്ട് പറഞ്ഞ പാലക്കാട് വള്ളുവനാട് എന്ന സ്ഥലം ഇപ്പൊ ഇല്ല. ഒറ്റപ്പാലം, തേങ്കുറിശ്ശി, നെന്മാറ, കൊല്ലങ്കോട്, കണ്ണാടി, ലക്കിടി, മങ്കര, പത്തിരിപ്പാല ഈ ഭാഗത്തൊക്കെയാണ് ഒടിവിദ്യ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഒടിവിദ്യ ഉപയോഗിക്കുന്നവൻ ഒടിയൻ. ഒടിവിദ്യ ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ ഒരു മൃഗമായിട്ട് മാറാറുണ്ട്. ഇവിടെയാണ് രാഹുൽ സദാശിവൻ ഡേഞ്ചറസ് ആകുന്നത്. ഭൂതകാലം കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഗോസ്റ്റ് അല്ല യഥാർത്ഥ വില്ലൻ. ഭ്രമയുഗം കണ്ടവർക്കും അറിയാം അവിടെ ചാത്തനല്ല യഥാർത്ഥ വില്ലൻ. അവിടെ യഥാർത്ഥ വില്ലൻ മനുഷ്യന്റെ ഉള്ളിലായിരുന്നു. അധികാരമാണ് അവിടെ യഥാർത്ഥ വില്ലനായിട്ടുണ്ടായിരുന്നത്. ഭൂതകാലത്തിലെ യഥാർത്ഥ വില്ലൻ മനുഷ്യന്റെ മനസ്സിലും. അവിടെ ടൈറ്റിൽ നോക്കൂ, ഒടിയൻ ദ ഏജ് ഓഫ് ഇല്യൂഷൻ. അവിടെ ഷേപ്പ് ഷിഫ്റ്റിങ്ങിനെക്കാട്ടിലും ഭയപ്പെടുത്തുന്നത് ട്രൂത്ത് ഷിഫ്റ്റിംഗ് ആണ്. സത്യം തന്നെ പല രൂപം. ഒരാൾ പറയും മിറാക്കിൾ ആണെന്ന്, വേറൊരാൾ പറയും മാജിക് ആണെന്ന്, വേറൊരാൾ പറയും ഫ്രോഡ് ആണെന്നുള്ളത്. ഇതിൽ ആര് പറയുമെന്ന് നമ്മൾ വിശ്വസിക്കും? എന്റെ കൂട്ടുകാരനായ രഘു പറഞ്ഞതെന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഒടിയൻ ശരിക്കും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്, നല്ല മെജീഷ്യൻ ആണ്, നല്ല സൈക്കോളജിസ്റ്റും കൂടിയാണ്. ഇതെല്ലാം കൂടി ഒരു ഇല്യൂഷനാണ് അവിടെ ഒടിയൻ ക്രിയേറ്റ് ചെയ്തത്. കാരണം ഇരുട്ടത്ത് ഒരാൾ കറുത്ത രൂപം ധരിച്ചിട്ട് ഒരു പോത്തിന്റെ മുഖമൊക്കെ ആയിട്ട് വന്നാൽ ആരെ പേടിക്കാണ്ടിരിക്കുക? ഇതിൽ പോസ്റ്റർ നോക്കിയാലും രാഹുൽ സദാശിവൻ ആ ആംബിഗ്യൂറ്റി വിട്ടിട്ടില്ല. ഷേപ്പ് ഷിഫ്റ്റ് ആണോ, ഇല്യൂഷനിസ്റ്റ് ആണോ, മിത്താണോ, ഹ്യൂമൻ പ്രഡേറ്റർ ആണോ? പൃഥ്വിരാജ് ഒടിയനായിട്ട് അഭിനയിക്കുന്നു എന്നല്ല വാർത്ത വന്നിരിക്കുന്നത്. രാഹുൽ സദാശിവന്റെ ലോകത്ത് പൃഥ്വിരാജ് വന്നു എന്നാണ് വാർത്ത വന്നത്. കാരണം രാഹുൽ സദാശിവന്റെ സിനിമയില് മോൺസ്റ്റർ, അതായത് പ്രേതം ഒരിക്കലും ആദ്യം കാണുന്ന ആളല്ല. DSCയും ഭ്രമയുഗവും എല്ലാം അത് തെളിയിച്ചു. ഈ സിനിമ തെളിയിക്കാൻ പോകുന്നത് ഒടിയനുണ്ടോ എന്നല്ല, ഭയം എങ്ങനെ ജനിക്കുന്നു എന്നാണ്. കാരണം ഒടിയൻ യഥാർത്ഥമാകേണ്ട ആവശ്യമില്ല, ആളുകൾ അത് വിശ്വസിച്ചാൽ മാത്രം മതി. ഒരു മിത്ത് യഥാർത്ഥമാകേണ്ട ആവശ്യമില്ല, ആളുകൾ അത് പേടിച്ചാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഒടിയൻ, കള്ളിയങ്കാട്ട് നീലി, കുഞ്ചവും പോറ്റി ഒന്നും മരിക്കാണ്ട് നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നത്.